അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല പ്രോൺസ് കൊണ്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രോൺസ് കോക്കനട്ട് ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല സ്റ്റാർട്ടറായിട്ടും കുട്ടികൾക്കൊക്കെ സ്നാക്കൊക്കെ ആയിട്ടും കൊടുക്കാൻ പറ്റിയതാണ്. അല്ലെങ്കിൽ നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പ്രോൺസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 9 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ വലിയ പ്രോൺസാണ്. അപ്പോൾ അതിൻ്റെ ആ ഞാരൊക്കെ ഒന്ന് കളഞ്ഞ് വാല് മാത്രം വെച്ചിട്ടുണ്ട്. തലയും കളഞ്ഞിട്ടുണ്ട്, അതിൻ്റെ തോലും അതിൻ്റെ ഒരു ഞരമ്പൊക്കില്ലേ അതൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വാല് വെച്ചിട്ടുണ്ട് നമ്മൾ ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ നമ്മൾ ലെമൺ ജ്യൂസ് ഒരു ചെറിയൊരു പീസ്, ഒരു 1/2 ടീസ്പൂണൊക്കെ വരുള്ളൂ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ ആ ഒരു ടൈം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിന് വേണ്ടി ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട, ഒരു ചെറിയ മുട്ട എടുത്താൽ മതി. നമുക്ക് കുറച്ച് പ്രോൺസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു മുട്ട, അപ്പോൾ നമ്മൾ എത്ര പ്രോൺസ് എടുക്കുന്നു അതിനനുസരിച്ച് മുട്ടയുടെ അളവും മൈദയുടെ അളവിനൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഒരു മുട്ടയ്ക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ആ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പെപ്പർ പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ചെറിയൊരു അത്ര എരിവൊന്നും ഉണ്ടാവില്ല. 1/4 ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പെപ്പർ വേണമെങ്കിൽ പെപ്പർ പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും ഒത്തിരി തന്നെ ഉള്ളൂ കേട്ടോ, ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു നുള്ളുപ്പും. എന്താ വെച്ചാൽ ഉപ്പ് നമ്മൾ ഓൾറെഡി പ്രോൺസിൽ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബാറ്ററിൽ ഒരു അധികമൊന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മുട്ട ആദ്യം തന്നെ ഒന്ന് കലക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ട, മുട്ട ആദ്യം തന്നെ ഒന്ന് അടിച്ചിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ മുട്ടയില നനവ് പോരാണ്ട് വന്നപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മളിതൊന്ന് കുറച്ചും കൂടി ഒന്ന് ലൂസ് ബാറ്ററാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് കട്ടയൊക്കെ ഇല്ലാണ്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്റർ ആവണം, എന്നാലേ അത് മുക്കിയെടുക്കാൻ വേണ്ടി. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇത് ബാറ്ററോടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ പുറമെയുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്. നമ്മൾ ഫ്രഷ് തേങ്ങ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡ്രൈഡ് കോക്കനട്ട് യൂസ് ചെയ്താൽ എന്താ വെച്ചാൽ പെട്ടെന്ന് എണ്ണയിലിടുമ്പോഴത്തേക്ക് അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കത് 1/2 കപ്പ് കോക്കനട്ടിലേക്ക് 1/4 കപ്പ് ബ്രെഡ് ക്രംസും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പം നമ്മൾ ഈ പ്രോൺസ് മൈദയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഈ ഒരു കോട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത സമയത്ത് കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും കുറേശ്ശൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാറ്ററൊക്കെ റെഡിയാക്കി ഇതുപോലെ കോക്കനട്ടിൽ നന്നായി കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. കോക്കനട്ട് നല്ല ബ്രൗൺ കളറായിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോൾ എണ്ണയിൽ കിടന്ന് മൊരിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ പ്രോൺസ് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ബാറ്ററിൽ മുക്കിയിട്ട് പിന്നെ ഈ ബ്രെഡ് ക്രംസും കോക്കനട്ടും കൂടിയുള്ള ഇതിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് കവർ ചെയ്ത് നന്നായി പ്രസ് ചെയ്തിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക. അപ്പോഴതിൻ്റെ അത് നല്ലൊരു തിക്ക് ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടുക കേട്ടോ. കണ്ട, ഇതേപോലെ നമുക്ക് എല്ലാ പ്രോൺസും ഒന്ന് ചെയ്തെടുക്കാം. അതിൻ്റെ വാൽഭാഗത്ത് ചെയ്യണമെന്നില്ല. എന്താ വെച്ചാൽ വാലുമ്മൽ നമ്മൾ ശരിക്കും ഒട്ടിരിക്കുകയില്ല. അപ്പം നമ്മൾ വാലിൽ പിടിച്ചിട്ടാണ് ഈ ഒരു ബാറ്ററിൽ മുക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മുക്കിയെടുത്തിട്ട് കോക്കനട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു 9 വലിയ പ്രോൺസാണ് കേട്ടോ. ഒരു 9 എണ്ണത്തിന് ഇത് 1/2 കപ്പ് കോക്കനട്ടും 1/4 കപ്പ് ബ്രെഡ് ക്രംസും കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രോൺസിനനുസരിച്ചിട്ട് വേണം ഇതൊക്കെ എടുക്കാൻ കേട്ടോ. ഇതുപോലെ നന്നായി ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കുക. ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് നമ്മളൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക.
കണ്ട. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. ചൂടായതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ നേരം ഒന്നും വെക്കണ്ട. നമ്മുടെ ഈ കോക്കനട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അത് ചെമ്മീനായതുകൊണ്ട് വേഗം വെന്തോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം ടു ഹൈ, എന്നാൽ ഹൈ ഫ്ലെയിമിൽ മാത്രമായിട്ട് വെക്കണ്ട, ഒരു മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് കളർ മാറിയതിന് ശേഷം തിരിച്ചിട്ടിട്ട് നമുക്ക് മറ്റേ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. എന്നാൽ ആ കോക്കനട്ട് ഒന്ന് ബ്രൗൺ ആകുമ്പോഴാണ് ഇത് ശരിക്കും നല്ലൊരു തേങ്ങ ആയൊരു ബ്രൗൺ കളർ കടിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സമൂസ ലീഫ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു എണ്ണ ചൂടായതിന് ശേഷം തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാമെന്ന്. അത് ചിക്കൻ ഉള്ളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ഇത് പ്രോൺസ് ആയതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിന് വേണ്ടി ഒരു സോസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി കുറച്ച് മയണൈസ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സോസുകൾ എങ്ങനെയാണെന്ന് വെച്ച് ഉണ്ടാക്കാം. കുറച്ച് കെച്ചപ്പ്, കുറച്ച് മയണൈസ്, പിന്നെ ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ സിറാച്ച സോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മസ്റ്റാർഡ് സോസാണ്. കുറച്ച് മസ്റ്റാർഡ് സോസും കൂടി വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു രൂപത്തിലും ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതുണ്ടാക്കണമെങ്കിൽ ഇതുണ്ടാക്കാം. സിറാച്ച സോസ് ഒഴിച്ചിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൻ്റെ മുകളിൽ ചെറിയൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പ്രോൺസ് കോക്കനട്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്